ഹായ് ഫ്രണ്ട്സ്, ബോനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടാബ്ലോയിൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഷീറ്റ്സ്. അപ്പോൾ ഈ ഷീറ്റ്സൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. പ്ലേ ലിസ്റ്റ് നോക്കിയിട്ട് ടാബ്ലോ പ്ലേ ലിസ്റ്റിൽ മുന്നത്തെ വീഡിയോസ് എല്ലാം കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോ എങ്ങനെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൗസിൻ്റെ പോയിൻ്റർ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഷീറ്റിൻ്റെ അപ്പുറത്ത് ക്രിയേറ്റ് ന്യൂ ഡാഷ്ബോർഡ്. ഈ ന്യൂ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ കിട്ടുന്ന ഇതിൽ ലേഔട്ട് ഡാഷ്ബോർഡ് എന്നുള്ളതിൽ സൈസ് എന്താക്കാം, ഓട്ടോമാറ്റിക് ആക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക് ആകുമ്പോൾ എൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഷീറ്റ് ഇതിലേക്ക് വലിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നമുക്കൊരു ഹൊറിസോണ്ടൽ കണ്ടെയ്നർ ആവശ്യമുണ്ട്. എന്തിനാ വെച്ചാൽ ഇതിനെ നമുക്ക് ചെറുതാക്കാം. ഹൊറിസോണ്ടൽ കണ്ടെയ്നർ എടുത്തു, പിന്നെ ഒഴിവാക്കി. ഓക്കെ, ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടെസ്റ്റ് സാമ്പിൾ ഡാഷ്ബോർഡ്. നിങ്ങൾക്ക് എന്ത് പേര് ചെയ്തോട്ടോ, സാമ്പിൾ ഡാഷ്ബോർഡ്. ഞാൻ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 28 എടുത്തു, പിന്നെ ഇതാക്കി അലൈൻമെൻറ്റ് സെൻറ്ററാക്കി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഓരോന്നും ഇതിലേക്ക് വലിച്ചിട്ടുണ്ട്. സെയിൽസ് ഞാനിവിടെ വലിച്ചിട്ട്, സെയിൽസ് ഞാൻ ഹൊറിസോണ്ടലായിട്ട് വലിച്ചു. ഒരു സാമ്പിൾ ഡാഷ്ബോർഡ് എന്നുള്ളത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് ഹെഡിങ് ആൻഡ് ഹെഡ്ലൈൻ ആൻഡ് ഇതിൻ്റെ മുകളിലേക്ക് കിട്ടും. ഓക്കെ, ദെൻ സെയിൽസ് ബൈ എന്നുള്ള അതെടുത്ത് ഞാനിവിടെ വെർട്ടിക്കലായിട്ട് ഇട്ടു. ഇതും വെർട്ടിക്കലായിട്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഇട്ടു. ദെൻ ആവറേജ് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഇട്ടു. ഓക്കെ, പ്രോഫിറ്റ് ഞാനിവിടെ വെർട്ടിക്കലായിട്ട് ഇട്ടു. ക്വാണ്ടിറ്റി ഞാനിവിടെ വെർട്ടിക്കലായിട്ട് ഇട്ടു. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടോട്ടൽ ഡാഷ്ബോർഡ്. അപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, ഇൻറ്റു കൊടുത്താൽ മതി. ഓക്കെ, നമുക്കൊരു ഡാഷ്ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി എനിക്കിവിടെ ഒരു ലോഗോ വേണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമേജ് എടുക്കുക, ഇവിടേക്ക് ഇടാം. ഓക്കെ, പിന്നെ ഇമേജ് എടുത്ത് അതിലേക്ക് ഇടാം. മിനിറ്റ്, ഇമേജ് എടുത്തിട്ട് ഇവിടേക്ക് ഇടാം. ഓക്കെ, അത് നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ എന്താവും, നമുക്ക് അത് ബോറായിട്ട് വരും. എന്നിട്ട് ഇൻസേർട്ട് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ടു ഇമേജ് അത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസേർട്ട് ഇമേജ് ചെയ്യുന്നു. ദെൻ ചൂസ് കൊടുക്കാം. ചൂസ് നിന്ന് ഞാൻ ബോനി അനലിറ്റിക്സ് ലോഗോ 1 2 3 അതെടുക്കും. ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ദെൻ സെൻറ്റർ ഇമേജ് കൊടുക്കുക, അപ്ലൈ. ഓക്കെ,
ദെൻ ഫിറ്റ് ഇമേജ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫിറ്റായിട്ട് വരും. ഇത് പൊടിച്ച് വലിച്ചിട്ട് ഈ സൈഡിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ലോഗോ കൂടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലോഗോ അടയിൽ. ഇനി എനിക്ക് ഇവിടുന്ന് ഈ സൈഡിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താക്കണം, ആൾട്ട് പ്ലസ് ക്ലിക്ക് നാവിഗേറ്റ് ചെയ്ത് വേറൊരു എൻ്റെ അടുത്ത് ഇവിടെ ഒരുപാട് 2 ഇമേജ് ചെയ്ത ഡാഷ്ബോർഡ് ഓൾറെഡി ഉണ്ട്. ഏതെങ്കിലും ഡാഷ്ബോർഡിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, നാവിഗേറ്റ് കൊടുക്കുക. ഇത് വലിച്ചിട്ട് സോറി ഇതല്ല വേണ്ടി നമ്മൾ ഡാഷ്ബോർഡ് ഇതല്ല, നാവിഗേറ്റ് കൊടുത്തിട്ട് ഇവിടേക്ക് ഇടാം. ഓക്കെ, ചെറുതാക്കാം. എന്നിട്ട് ഇത് എഡിറ്റ് ബട്ടൺ കൊടുക്കുക. നാവിഗേറ്റ് ഏതിലേക്കാണ് വേണ്ടി ആ ഡാഷ്ബോർഡിൻ്റെ പേര് കൊടുക്കുക. എനിക്ക് വേണ്ടത് സെയിൽസ് ഇൻസൈറ്റ് ന്യൂ ഡാഷ്ബോർഡ് സൂപ്പർ സ്റ്റോർ എന്നതിലേക്ക് പോകണം. ഇമേജ് ആണെങ്കിൽ ഇമേജ് കൊടുക്കട്ടെ. ചൂസ് ഇമേജ് ആണെങ്കിൽ ഇവിടെ ഇമേജ് കൊടുക്കും. ഇതിൻ്റെ ഇമേജിൻ്റെ നാവിഗേറ്റിന് ഇവിടെ ടെക്സ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ടൈറ്റില് ന്യൂ ഡാഷ്ബോർഡ് അല്ല, സെക്കൻഡറി ഡാഷ്ബോർഡ്. എന്ത് പേരും കൊടുക്കാം. സെക്കൻഡറി ഡാഷ്ബോർഡ് കൊടുക്കുന്നു. ഫോണ്ടൊക്കെ മാറ്റാം, ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ദെൻ ബോർഡർ ആണെങ്കിൽ ഞാൻ ഇത് കൊടുക്കുന്നു, പിന്നെ കളറ് ലൈറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ അപ്ലൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ആയി. മനസ്സിലായില്ലേ? ന്യൂ ഡാഷ്ബോർഡ് കാണാത്തതുകൊണ്ട് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പോകുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി, ആൾട്ട് പ്ലസ് ക്ലിക്ക് കൊടുത്താൽ മതി. കീബോർഡിൽ ആൾട്ട് പ്ലസ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യാം. കേട്ടോ, ഇവിടെ മറ്റേ ഡാഷ്ബോർഡിലേക്ക് പോയി. അപ്പോൾ ഇനി എനിക്ക് ഒരു ഫിൽറ്ററിങ് വേണം. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡാഷ്ബോർഡിനൊന്നും ഇവിടെ വന്ന ഓരോ ഷീറ്റിനൊന്നും ഒരു ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് ബാക്കിയുള്ള ഷീറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസ് ആസ് ഫിൽറ്റർ എന്നുള്ളത് ഇവിടെ ഓൺ ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. ഇത് ഓൺ ചെയ്യുക, ഇത് ഓൺ ചെയ്യുക, ഇത് ഓണല്ല, ഇത് ഓൺ ചെയ്യുക, ഇത് ഓൺ ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ ചേഞ്ച് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കളർ കൊടുക്കുക. സോറി, അത് ടെക്സ്റ്റിൻ്റെതായിട്ടില്ല. അതെല്ലാം വേണ്ട. ടെക്സ്റ്റ് ഇവിടെ ചെയ്യുന്നത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. കളർ ചേഞ്ച് ആക്കണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ആക്കണം. ഓക്കെ, കളർ ചേഞ്ച് ചെയ്തു. ദെൻ ഇപ്പോൾ നമ്മളെല്ലാം ഇതാക്കില്ല. ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കാം, നിങ്ങൾ ഇതിനനുസരിച്ച് ബാക്കിയെല്ലാം മാറി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് ബാക്കിയെല്ലാം മാറി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഡാഷ്ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇനി ഇതെങ്ങനെ നമുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ പോവുക, സേവ് ടു ടേബിൾ പബ്ലിക് ആസ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഒരു വിൻഡോ വരും. ഇതിൽ നിങ്ങൾ സൈൻ ചെയ്യണം. ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ കൊടുക്കുക. ഓൾറെഡി ഉള്ള അക്കൗണ്ട് ഉള്ളവർ, ഇല്ലാത്തവരാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് ടാബിൾ പബ്ലിക്കിൽ നമുക്ക് ഇത് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, അതിനെ PDF ആയിട്ടോ ഇമേജ് ആയിട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫയലിൽ സേവേഴ്സ് കൊടുത്തിട്ട് സാധാ പോലെ നമ്മൾ
ലോക്കൽ ഇതിലേക്ക് ഇതിനെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ എല്ലാവർക്കും നന്ദി.